എന്താ ഇത്? പുരുഷന്മാർക്ക് ചോദിക്കാനും പറയാനും ഇവിടെ ആളില്ലേ? അങ്ങനെ ചോദിക്കാനും പറയാനും ആളില്ല എന്നൊരു തോന്നലുണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ നിങ്ങൾക്കായി രക്ഷാകരം നീട്ടാൻ ഒരാളുണ്ട് ഇവിടെ, സാക്ഷാൽ രാഹുൽ ഈശ്വർ. എന്റെ പൊന്നോ വേണ്ട. നിങ്ങൾക്കാർക്കും രാഹുൽ ഈശ്വറിനെ വേണ്ടായിരിക്കും, പക്ഷെ രാഹുൽ ഈശ്വറിന് ആവശ്യമുള്ള ഒരാളുണ്ട്. ഇവിടെ മറ്റേ രാഹുലേട്ടായിക്ക് അതിജീവിതേന 1 വീതം 3 നേരം എന്നുള്ള പോലെ അപമാനിക്കുകയും രാഹുലേട്ടായുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്ന് പറഞ്ഞു നടക്കുന്ന രാഹുൽ ഈശ്വർ. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പയ്യന് മാന്യതയും മര്യാദയും ഉള്ളതുകൊണ്ടാണ് അവൻ ഇത് പറയാത്തത്. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത് 2 മാന്യന്മാരാണ്. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാന്യൻ, 2 രാഹുൽ ഈശ്വർ മാന്യൻ. പിന്നല്ലാണ്ട് ഗർഭചിത്രത്തിൽ നിർബന്ധിക്കുന്നതും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള കേസടക്കം ചെറുതായിട്ടൊരു 7 കേസുണ്ട്. അങ്ങനെയുള്ള രാഹുലേട്ടയിനെ എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തല്ലേ? അത് രാഹുൽ ഈശ്വർ എങ്ങനെ കണ്ടോണ്ട് വെക്കും? അതുകൊണ്ട് രാഹുൽ ഈശ്വർ ഒരിക്കൽ കൂടി പറയുന്നു, മാങ്കൂട്ടത്തിനെതിരായി നിൽക്കുന്നവരെല്ലാരും മാന്യതയില്ലാത്തവരാണ്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. അതുകൊണ്ടാണ് പറയുന്നത് രാഹുൽ എന്ന പയ്യൻ ഈ അമിത മാന്യതയും മര്യാദയും നെഹ്റുവിയൻ പുരോഗമനവാദം വെച്ചോണ്ട് ഇതൊന്നും പറയാത്തതാണ്. ഇതാണ് സത്യം എന്നുള്ളത് കൊണ്ടാണ്. ഓയ് മാന്യ, ഇങ്ങനെ അതിജീവിതനെ അപമാനിക്കാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ പണി വരുന്ന വഴി അറിയില്ല കേട്ടോ. ഉളുപ്പില്ലെങ്കിലും കുറച്ച് മാനുഷിക പരിഗണനെങ്കിലും ആവാട്ടോ. അതിജീവിതയുടെ മാന്യത അളക്കാൻ രാഹുൽ ഇല്ല, ഞാൻ അത് അനുവദിക്കില്ല ഈ ചർച്ചയിൽ. അതിജീവിതയുടെ മാന്യത അളക്കാൻ രാഹുൽ ഈശ്വർ ആരാണ്? രാഹുൽ ഈശ്വർ തരണ്ടാന്ന് തന്നെയാണ്. ഞാൻ പറയുന്നതിൽ ഒരു വരിയോ ഒരു കുത്തോ കോമയോ തെറ്റുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കേരള പോലീസും കേരള മുഖ്യമന്ത്രിയും രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യണം. സൈബർ അധിക്ഷേപ പരാതിയിൽ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയ കേസിലാണ് സൈബർ പോലീസിന്റെ നടപടി. സാറേ എങ്ങോട്ടാ കൊണ്ടുപോകണം സാർ? ഈശ്വര വിശ്വാസല്ലേ നിങ്ങള്? വേണമെങ്കിൽ ഈശ്വരനൊന്ന് വിളിച്ചോളൂ കേട്ടോ. അങ്ങനെ എന്താ അറിയാമോ, എനിക്ക് തിരിച്ച് 7 മണിക്ക് ചർച്ചയുണ്ട്. തിരിച്ചതിന് മുമ്പിൽ എത്താൻ പറ്റൂ. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്, കേരള പോലീസ് ശ്രദ്ധിക്കേണ്ടതാണ്. രാത്രി രാഹുൽ ഈശ്വറിന് ചാനൽ ചർച്ചയ്ക്ക് പോകേണ്ടതാണ് കേട്ടോ. അതുകൊണ്ട് കസ്റ്റഡിയിൽ വെക്കാന്നൊന്നും ആരും വിചാരിക്കണ്ട. ഞാൻ കാര്യങ്ങൾ അവസരോചിതമായി ഡീൽ ചെയ്തുകൊണ്ട് ഒക്കെ സ്മൂത്തായി അങ്ങ് പോയി. എന്റെ വണ്ടി വരാമോ? ഓ വരാം. വേണമെങ്കിൽ ഒരു ഡ്രൈവറെ കൂടി വിളിച്ചോട്ടാ. അല്ല, വണ്ടി വീട്ടിൽ കൊണ്ടുവന്നിടാൻ ആള് വേണ്ടേ? അല്ല, അതിജീവിതനെ നാഴികയ്ക്ക് 40 വട്ടം അപമാനിച്ചോണ്ടിരിക്കലായിരുന്നില്ലേ പണി? പിന്നെ ഇന്നിനി അവിടുത്തെ സെല്ലിന്റെ അഴിയൊക്കെ എണ്ണി അവിടെ ഇരിക്കാൻ. നമ്മളുടെ അച്ഛൻ, നമ്മളുടെ മകൻ ജയിലിൽ നിന്നൊരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല, കള്ളം പറയുവാണ്. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? എന്റെ കർത്താവേ, ഒരു കുടുംബത്തിന് എന്തിനാ ഇങ്ങനെ തീ തെറ്റിക്കുന്നത്? കേരള പോലീസേ, രാഹുൽ ഈശ്വറിന് ഒരു 30 സെക്കൻഡ് കൊടുക്കൂ പ്ലീസ്. പെട്ടെന്ന് 30 സെക്കൻഡിൽ മറുപടി. സ്ഥിര സീരിയല് കാണുന്നുണ്ട്. മെൻസ് കമ്മീഷന്റെ ആവശ്യമുണ്ട്. രാഹുലിനെ സപ്പോർട്ട് ചെയ്യേണ്ട ദേഷ്യമാണ് മെൻസ് കമ്മീഷൻ. ഇവിടെ ആരാ മര്യാദകൾ അടിച്ചെന്ന് അറിയാലോ, എന്നിട്ട് എന്നോട് മര്യാദ കാണിക്കാൻ പറ്റും. മെൻസ് കമ്മീഷൻ വേണ്ടാന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ ദാസപ്പ? എന്താപ്പാ പാക്കവേ ரொம்ப കഷ്ടമാ இருக்கு. ആണുങ്ങൾക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്, പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്. ഇത് അർണേഷ് വിധിയുടെ നഗ്നമായ ലംഘനമാണ്. KSRTC ബസ്സിൽ പെൺകുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്ക് സ്വീകരണം ഒരുക്കും. ആ പ്രതി ജയിലിൽ നിന്നിറങ്ങുമ്പോ മാലയിട്ട് സ്വീകരിക്കുക. ഒരു യുവ MLA ഒരു യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന ആരോപണം വരുമ്പോൾ ആ MLAയെ ദിവ്യപുരുഷനാക്കാനും അതിജീവിതയെ അപമാനിക്കാനും അഹോരാത്രം കഷ്ടപ്പെടുന്ന എന്തോരം സ്വാതന്ത്ര്യ സമരങ്ങൾ നയിച്ച ധീരപുരുഷനാണ് അദ്ദേഹം. എനിക്കിതുപോലെ കുറെ ആൾക്കാരുണ്ട് പല സ്ഥലത്തായിട്ട്. എനിക്ക് അവർക്ക് വേണ്ടി ജീവിക്കണ്ടേ? ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ഏതായാലും അനിയും വന്നത് നന്നായി. കിട്ടണ തല്ല് ഷെയർ ചെയ്യാൻ ഒരാളായല്ലോ.